ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ UDF ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ പോത്തുകലിൽ പഞ്ചായത്ത് അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. നാട്ടിൽ മുഴുവൻ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നോക്കുകുത്തികളാകുന്നു. മനുഷ്യജീവൻ പൊലിയുമ്പോൾ നാട്ടിൽ രോഗം പടരുമ്പോൾ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നോക്കുകുത്തികളാകുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ 300-ൽ പരം ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത്. ഇതിൽ 4 പേർ മരിക്കുകയും 5 രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ചികിത്സ തേടിയെത്തുന്നവരെ പരിശോധിക്കാൻ ആവശ്യമായ ഡോക്ടർമാരുടെ അഭാവം രോഗികളെ ദുരിതത്തിലാക്കുകയാണ്. മാത്രവുമല്ല, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും തികഞ്ഞ അനാസ്ഥയാണ് ആരോഗ്യവകുപ്പ് കാണിക്കുന്നത്. രോഗത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ അടിയന്തരമായി ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും പോത്തുകലിൽ എത്തണമെന്നാവശ്യപ്പെട്ടാണ് UDF പഞ്ചായത്ത് അംഗങ്ങൾ സമരരംഗത്തിറങ്ങിയത്. 2 മാസമായി ഈ പഞ്ചായത്തിൽ ഈ അസുഖം ബാധിക്കാൻ തുടങ്ങിയിട്ട്, പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട്. ആരോഗ്യവകുപ്പ് അന്ന് മുതൽ പഞ്ചായത്തിനോട് പറയുന്ന കാര്യം, ഞങ്ങളോടൊക്കെ മീറ്റിങ്ങുകൾ പറയുന്ന കാര്യം, ക്ലോറിനേഷനാണ് ഏകമാർഗം. ഒരാഴ്ച 2 പ്രാവശ്യം ക്ലോറിനേഷൻ വെച്ച് 3 ആഴ്ച ക്ലോറിനേഷൻ ചെയ്യണം, എങ്കിൽ 21 ദിവസം. ഇവർ തന്നെ പറയുന്നത് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട്, 3 ആഴ്ച കൊണ്ട് അസുഖം ഭേദമാകുമെന്നാണ്. അപ്പോൾ ആ അസുഖം ഭേദമാകുന്ന കാലയളവിൽ പുതിയ ഒരാളിലേക്ക് അസുഖം വരാതിരിക്കാനാണ് ഈ ക്ലോറിനേഷൻ. അതും സമ്മതിക്കാം. ഈ 21 ദിവസം കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? ഈ ക്ലോറിനേഷൻ എത്ര ദിവസം, എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇവർ തന്നെ പറയുന്നു മലിനമായ ജലത്തിൽ നിന്നാണ് ഈ അസുഖം പടർന്നു പിടിക്കുന്നത് എന്ന്. പലപ്പോഴും എല്ലാ ബോർഡ് മീറ്റിങ്ങിലും HMC മീറ്റിങ്ങിലും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, ബഹുമാനപ്പെട്ട കളക്ടറെ അടക്കം വിവരമറിയിച്ചുകൊണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരമറിയിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഈ ജലസ്രോതസ് ഇങ്ങനെ മലിനപ്പെടാനുള്ള കാരണത്തെ ആദ്യം കണ്ടെത്തുക. ജലം പരിശോധനയ്ക്ക് എടുത്തതിന് ശേഷം ഏത് കിണറിൽ നിന്നാണ്, ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് ഈ അണുക്കൾ വരുന്നത് എന്നൊന്ന് കണ്ടെത്തുക. 10 ദിവസത്തിന് മുൻപാണ് ഇവിടെ ജലസാമ്പിളുകൾ എടുത്തത്. ആ 10 ദിവസം ജലസാമ്പിൾ എടുത്തു കൊണ്ടുപോയിട്ട് ഇതുവരെ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. കളക്ടറോടും ബഹുമാനപ്പെട്ട മെഡിക്കൽ ഓഫീസറോടും ഞങ്ങൾക്ക് പറയാനുള്ളതും ഞങ്ങൾ ആവശ്യപ്പെടുന്നതും, ഈ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലാണ് ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ അണുക്കളുടെ ഒരു പ്രവാഹം ഉണ്ടായിട്ടുള്ളത്. അത് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ അസുഖം 21 ദിവസം കഴിഞ്ഞാലും ക്ലോറിനേഷൻ കഴിഞ്ഞാലും ഇതേ ജലത്തേക്ക് ഇതേ മലിനജലം ഒഴുകി വരുന്ന സ്ഥിതിയാണുള്ളത്. ആ മലിനജലം ഒഴുകി വരുന്നതിനെ തടയുകയും ഈ നാടിനെ സംരക്ഷിക്കുകയും വേണം. ഇവിടെ മഞ്ഞപ്പിത്തത്തിന്റെ ഉറവിടം കണ്ടെത്താനോ എന്താണ് ഇതിന് പ്രതിവിധി എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കാനോ ഈ പഞ്ചായത്തിനോ ഇവിടുത്തെ ആരോഗ്യവകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ 2 ആഴ്ചയായി ഇതിൻ്റെ പുറകെ കൂടിയിട്ട് ഇവിടെ മെഡിക്കൽ ഓഫീസർ വരുന്നു, കാര്യങ്ങൾ പരിശോധിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ, ചുമതലയുള്ള ആൾ 2 മാസത്തെ ലീവിൽ പോകുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടറും മെഡിക്കൽ ഓഫീസറും പോത്തുകല്ലിലെത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തി ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി മുന്നിട്ട് വരണം എന്നാണ് ഇവിടെ സമരം UDF പ്രസിഡന്റ് MA ജോസ് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി പാർട്ടി ലീഡർ അബ്ദുൽ നാസർ സാംബ്രിക്കൽ, സലൂബ് ജലീൽ, റുബീന കിണറ്റിങ്ങൽ, ഓമന നാഗലോടിയിൽ, K ഷറഫുന്നിസ, PN കവിത, മോൾസി പ്രസാദ് എന്നിവരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. UDF നേതാക്കളായ റഷീദ് പൂളപ്പാടം, ഉബൈദ് കാക്കിരി, ഗഫൂർ എറിഞ്ഞിക്കൽ, നാസർ പൂളപ്പാടം, ഇസ്മായിൽ, മാനു, ഇസ്ഹാഖ് ആലായി എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് എടക്കര.